പാപ്പാത്തിച്ചോലയിൽ കഴിഞ്ഞ 60 വർഷമായി കാസിന്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്തു വരുന്ന കുരിശ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസികളുടെ അഭയകേന്ദ്രമായിരുന്നു. ഈ കുരിശു തകർത്തത് പൈശാചികവും കിരാതവുമായ പ്രവൃത്തിയാണ്. ഇതിനെ സ്പിരിറ്റൻജീസ് അപലപിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ സ്ഥിതി അറിയുവാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ശരി, അത് ഞാൻ മറുപടി പറയാം. ഇത് മരിയ സൂസായി എന്നൊരു മനുഷ്യൻ അയാളുടെ പൂർവ്വപിതാക്കന്മാരും കഴിഞ്ഞ 19 കൊല്ലമായി കൈവശത്തിലിരിക്കുന്ന ഭൂമിയാണിത്. മരിയ സൂസായി അവിടുത്തെ താമസക്കാരാണ്. പാപ്പാത്തിച്ചോലയിലെ താമസക്കാരനാണ്. അപ്പം സ്പിരിറ്റിൻ ജീസസിന്റെ സ്ഥലമല്ല. അത് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. സ്പിരിറ്റിൻ ജീസസിന്റെ സ്ഥലം അല്ല. സ്പിരിറ്റിൻ ജീസസിന് യാതൊരുവിധ ഉടമസ്ഥാവകാശമോ ക്ലെയിമോ ആ ഭൂമിയിൽ ഇല്ല. എന്തോ അതിനെപ്പറ്റി ഞങ്ങൾ പറയാം. ആ ചോദ്യത്തിന്റെ പ്രസക്തിയോട് ഞങ്ങൾ പിന്നെ പറയാം. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാവം ഞങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ശരി അതിന് മറുപടി പറയുന്നതാണ്. ഞാൻ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് വൽക്കരിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക. അതിനുശേഷം ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവസാനം ചോദിച്ചാൽ മതി. അതല്ലേ പത്രസ്വാതന്ത്ര്യത്തിന്റെ നല്ല കാര്യം. അല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മരിയ സൂസൈ എന്നുള്ള ഒരാള് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഞങ്ങളുടെ ലൈഫ് സ്പിരിറ്റിൻ ജീസസ് മിനിസ്ട്രിയിലെ ഒരംഗമാണ്. പുള്ളിയുടെ പൂർവ്വപിതാക്കന്മാർ അവിടെ അനുഭവിച്ചു വരുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾക്ക് അതിനകത്ത് സ്പിരിറ്റിൻ ജീസസ് മിനിസ്ട്രിക്ക് അതിനകത്ത് യാതൊരുവിധ അവകാശങ്ങളോ ഒന്നുമില്ല. സാർ, മറ്റൊരു കാര്യം ശ്രദ്ധയിലേക്ക് ആഗ്രഹിക്കാം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 50,000-ത്തിലധികം കുടുംബങ്ങൾക്ക് ഇന്ന് അവിടെ പട്ടയമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ്. 1994-ലും 2004-ലും മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ അവിടെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള മരിയ സൂസയും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മരിയ സൂസ എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരുടെ മക്കളും ചെറുമക്കളുമായ ആള് അതിന് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി ഇതുവരെ തീർപ്പ് കൽപ്പിക്കാത്തതാണ്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടതിന്റെ 1-2 കാര്യങ്ങൾ ഞങ്ങൾ പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പറയുന്നത് മാത്രം. ഞങ്ങൾക്ക് അതിനകത്ത് റൈറ്റോ ഒന്നുമില്ല. മരിയ സൂസത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണ്. മരിയ സൂസായി അവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ അവിടെ ഉള്ള കുരിശ് ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ കൂട്ടായ്മ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നല്ല കുരിശ് സ്ഥാപിക്കാം എന്നും പറഞ്ഞ് 2 കൊല്ലത്തിന് മുൻപ് പുള്ളി ഞങ്ങളെ സമീപിച്ചു. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റ് അതിനകത്തില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ കുരിശിനെ പറ്റി ഈ പറഞ്ഞു വരുന്ന വിവാദങ്ങളും അതും ഇതുമൊക്കെ വെറും സത്യമില്ലാത്തതും. എന്റെ മലയാളത്തിന് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നെന്നിരിക്കും. കാര്യം ഞാൻ 10-42 കൊല്ലമായിട്ട് ബോംബെ താമസിക്കുന്നതാണ്. യാതൊരുവിധ നിശ്ചിതയോ സ്ഥിതിയില്ല. ഞങ്ങൾക്ക് ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളോട് ഇതൊന്നും നേരിട്ടൊന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നേനെ. ഇത്ര പറയാനുണ്ട്. ഇതിന്റെ നിയമമായ 2-3 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മരിയ സൂസ എന്ന് പറയുന്ന വ്യക്തിയുടെ വല്യപ്പൻ 60 വർഷങ്ങളായിട്ട് കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോല മലയിലുള്ളത്. ഈ മരിയ സൂസ എന്ന് പറയുന്ന വ്യക്തി രാജകുമാരി ഭൂമി പതിവ് ഓഫീസിൽ ഒന്നാം നമ്പർ പ്രകാരം ബുക്ക് 2-ൽ 982 പേജിൽ 23,059 നമ്പർ
പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 94-ലും 2004-ലും പട്ടയത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന രജിസ്റ്ററിലുള്ളതാണ്. ആ രജിസ്റ്ററിന്റെ റെക്കോർഡ് കോപ്പിയാണിത്, അവിടുത്തെ ഫയലിലുള്ളതാണ്. അപ്പൊ അപ്രകാരം 94-ലും 2004-ലും പഞ്ചായത്ത് കോപ്പി ഉള്ളപ്പോൾ ആ മരിയ സുസയുടെ കയ്യിൽ തന്നെ വർഷങ്ങളായി 80 വർഷമായിരിക്കുകയാണ്. അവിടെ 60 വർഷങ്ങൾക്ക് മുമ്പ് മരിയ സുസയുടെ വല്യപ്പൻ സ്ഥാപിച്ചും ആ പ്രദേശവാസികളും കൂടെ സ്ഥാപിച്ച കുരിശ് ആ പ്രദേശവാസികൾ നിരന്തരമായി എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ചയും അല്ലാതെയുള്ള ദിവസങ്ങളിലും ആ മലകളിൽ കയറി പ്രാർത്ഥിക്കുന്നതായിരുന്നു. സ്പിറ്റൻ ജീസസ് 30 വർഷമായി അവിടെ പ്രവർത്തിക്കുകയും സ്പിറ്റൻ ജീസസ് കൂട്ടായ്മയിലെ വ്യക്തികളും ആ മലയിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ദൈവാനുഗ്രഹത്തിന്റെ കുരിശായി മാറിയിരിക്കുകയാണ്. ഈ കുരിശ് അവിടെ സ്പിറ്റൻ ജീസസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് യാതൊരു സ്ഥലവുമില്ല. പക്ഷേ വർഷങ്ങളായി 60 വർഷമായി സ്ഥാപിച്ച കുരിശ് സംരക്ഷിക്കുകയും ഇടക്കാലം കൊണ്ട് വിശ്വാസികൾ അത് പുതുക്കി പണിയുകയും ഇന്നുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് കുരിശ് മാറ്റപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആ കുരിശിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 5 അടി നീളവും 5 അടി വീതിയും മാത്രമുള്ള ഒരു ചതുര സ്ഥലമാണ്. അതുമാത്രമാണ് സ്പിറ്റൻ ജീസസ് അവകാശം എന്ന് പറയുന്നെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ആ കുരിശ് സ്ഥാപിച്ചു. ഇതാണ് കൈയൊഴിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 2000 കണക്കിന് അല്ലെ 1000 ഏക്കർ. നിങ്ങൾ അവിടെ പത്രക്കാരൻ, നിങ്ങൾ അവിടെ ഒന്ന് നോക്കെ, ആ മലയില് ഒരു 2000 പോയിട്ട് ഒരു 100 ഏക്കർ സ്ഥലം വളർന്നെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ മല എന്ന് പറയുന്ന ഏറ്റവും മാക്സിമം വളർന്ന ഒരു 5-8 ഏക്കർ സ്ഥലത്തിൽ മാത്രമുള്ളൂ. അത് കുറെ വ്യക്തികളുടെ കൈവശത്തിലാണ്. അവിടെ മറ്റൊരു ഷെഡ് പൊളിച്ചത് നിങ്ങൾ കണ്ടു, ശ്രദ്ധിച്ചായിരിക്കും. ആ ഷെഡ് ഇരിക്കുന്ന സ്ഥലമൊന്നും ഞങ്ങളുടേതല്ല. അത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ 2 വ്യക്തികളുടെ പേരിൽ പെര നമ്പറുള്ള, അവർക്ക് പട്ടയമില്ല, കൈവശത്തിലിരിക്കുന്നു. അവർക്ക് പെര നമ്പർ, പഞ്ചായത്തിൽ പെര നമ്പറുള്ള വീടുകളാണ് തകർത്തിരിക്കുന്നത്. അവിടെ 2 വ്യക്തികൾ, തമിഴരശി എന്ന് പറയുന്നതും ഒട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞത്, ഞാൻ കൃത്യം അവരുടെ ഡീറ്റെയിൽ അറിയില്ല, അങ്ങനെയുള്ളവരുടെ അതും സ്പിറ്റൻ ജീസസിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. മറ്റനവധി പ്രസ്ഥാനങ്ങൾ, കുരിശും മറ്റു ബിൽഡിങ്ങുകളൊക്കെ റിപ്പോർട്ടുകളിൽ കാണിച്ചിട്ട് ഇതെല്ലാം സ്പിറ്റൻ ജീസസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവിടെ ഒരു സ്ഥലവുമില്ല. ഞങ്ങൾക്ക് കൈവശം എന്ന് വെച്ചാൽ ആ കുരിശ് വർഷങ്ങളായി ഞങ്ങൾ വിശ്വാസികൾ, 1000 കണക്കിന് വിശ്വാസികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രം മാത്രമാണ്. കേരളത്തിൽ ഇന്ന് എല്ലാ മതവിശ്വാസികളും പ്രാർത്ഥിക്കുവാനായി കടന്ന കുരിശുകളോ അവരെന്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടോ അതെല്ലാം പട്ടയ സ്ഥലത്താണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് സ്പിറ്റൻ ജീസസ് എന്ന കൂട്ടായ്മയുടെ പേര് പറഞ്ഞ് അവിടെയുള്ള അനധികൃതമായ കയ്യേറ്റങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നടപടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ കയ്യേറ്റമില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കും. ഞങ്ങൾക്ക് ഇല്ല അവിടെ സ്ഥലം. കാസന്റെ സ്ഥലത്തിൽ ഞങ്ങളുടെ ആവശ്യം, കാസന്റെ സ്ഥലത്തിൽ ഒരു വിശ്വാസ സമൂഹത്തിന്റെ 1000 കണക്കിന് ആൾക്കാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന കുരിശ് നിലനിർത്തി തരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്ഥാപിക്കണം. അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്, ഒരു വിശ്വാസത്തിന്റെ ആവശ്യമാണ്. പക്ഷേ ഭൗതികമായ കുരിശ് തകർത്തെങ്കിലും ഞങ്ങളുടെ ആത്മീയതയിൽ ഇപ്പോഴും ആ കുരിശിനെ അവിടെ കാണുകയും ഞങ്ങളെ മലയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടെ പ്രത്യേകമായിട്ട് ആ സ്ഥലത്ത് കുരിശിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടിയിട്ടുണ്ട്, ധാരാളം ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് ആൾക്കാരങ്ങനെ വരില്ല. ശാസ്ത്രീയ അത് നിങ്ങൾ വന്ന് ബോധ്യപ്പെട്ടെന്ന് അറിയാം. ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു ഉത്തരം. സാധാരണ കുരിശും മലകൾ, കുരിശ് ദുഃഖവെള്ളിയാഴ്ചയെല്ലാം മല കയറുന്ന എവിടെയാണ്? നേർന്ന സ്ഥലങ്ങളിലാണ് കുരിശ് വെച്ച് കയറുന്നത്. എല്ലാം മലമുകളിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മലമുകളിലാണ് എന്നൊരു വിശ്വാസമാണ് ബൈബിളിൽ പണ്ട് മുതലുള്ള. ഞങ്ങൾക്കറിയില്ല. ഞങ്ങളല്ല അതിനെപ്പറ്റി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങളല്ല. അവിടുത്തെ സബ് കളക്ടറുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തോ അവിടുത്തെ സബ് കളക്ടറുടെ പേരിൽ നിങ്ങളുടെ ഈ ഹോം സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചതിനെ കുറിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം ഞങ്ങൾ കൊണ്ടുവരാൻ ഒരു മിനിറ്റ്. ഇത് പേപ്പറിൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യേറ്റം ചെയ്തു ടോം സക്കരയ്ക്ക് 2000 കണക്കിന് ഏക്കർ സ്ഥലം. ഇങ്ങനൊരു സംഭവം വെറും നുണ തന്നെ പറയാണ്. ഇടവേള.